ഈശ്വരിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പഴയ നിയമത്തിലെ ഏശയ്യായുടെ പുസ്തകത്തിലെ 41-ാം അധ്യായത്തിലെ 15-ാം തിരുവചനം വായിക്കാം. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് കർത്താവ് യാക്കോബിനോട് പറയുന്നതാണ്, പുഴുവായ യാക്കോബേ, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയായി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. കർത്താവ് ഒരു ചെറിയ പുഴുവിനെ വലിയ മിതിവണ്ടിയാക്കി മാറ്റുന്നു. പുഴുവിനെ പോലെ ബലഹീനരായ ജനങ്ങളെ കൊണ്ട് പർവ്വതങ്ങൾ പൊടിക്കത്തക്ക വിധം അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കും വിധം മൂഢരെ തിരഞ്ഞെടുക്കുന്നവനാണ് അവൻ. ഈ വചനം അല്പം ആഴത്തോടൊന്ന് ചിന്തിച്ചു നോക്കാം സാധിക്കാം. യാക്കോബ് ഒരു പുഴുവിനെ പോലെ കാണപ്പെടുന്നു. പുഴു എന്നത് എത്ര നിസ്സാരമായതും ശ്രേഷ്ഠമായതുമാകുന്നു എന്ന് നമുക്കറിയാം. പുഴുവിന് കണ്ടാമൃഗത്തിൻ്റെ വളർത്തുന്ന ഫലമില്ല, കഴുകന്മാരെ പോലെ വല്ല ചെറുകളുമില്ല. കർത്താവിൻ്റെ സൃഷ്ടിയിൽ അത് നിസ്സാരവും എളിമയുള്ളതായ അല്ലെങ്കിൽ ഏറ്റവും ചെറിയതുമായ ഒരു ജീവിയാണ്. ഒരു പക്ഷേ ഏകദേശം 130 കോടി അല്ലെങ്കിൽ 115 കോടിയുള്ള ജനങ്ങളിൽ ഒരു പുഴുവായിരിക്കാം നമ്മളെല്ലാവരും. ഇന്ത്യയിലെ ഇത്രയും കോടാനുകോടി ജനങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു പുഴുവായിരിക്കാം നമ്മൾ. നിങ്ങൾ സാധാരണ പുഴുവായി കാണപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ നിങ്ങളൊരു പുഴുവായി കരുതി അലക്ഷ്യമാക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് നിങ്ങളെ എപ്രകാരം കാണുന്നുവെന്ന കാര്യം അറിഞ്ഞുകൊള്ളുവിൻ. പുഴുവേ, നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി മാറ്റും. നീ പർവ്വതങ്ങളെ മെതിച്ചു പിടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കർത്താവാണ് പറയുന്നത്. നിങ്ങളെ പുഴുവായി കരുതാതിരിക്കുവാൻ കർത്താവ് നിങ്ങളെ മെതിവണ്ടിയാക്കും. പർവ്വതങ്ങളെ കണ്ട് സ്തംഭിച്ചു പോയി നിൽക്കരുത്. പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കാനുള്ള ബലത്തെ കർത്താവ് നൽകിയിരിക്കുന്നു. കുന്നുകളെ കണ്ട് തളർന്നു പോകരുത്. കുന്നുകളെ പതിരിന് തുല്യമാക്കി മാറ്റാനുള്ള കഴിവ് കർത്താവ് നിനക്ക് തരും. ക്രിസ്തുവിൽ നമുക്കുള്ള ആത്മീയ ബലം അളവില്ലാത്തതാവുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് യേശു പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിലെ 8-ാം പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ പുഴുവായിരിക്കും, നിങ്ങൾ എന്തായി മാറും? മിതിവണ്ടിയായി മാറ്റും. സ്വർഗീയ ബലം ധരിക്കുവാൻ എന്ന് കർത്താവ് ശിഷ്യന്മാരുടെ കൽപ്പിച്ചു. ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്ന ബലം ആകിയാൽ നമുക്ക് പർവ്വതങ്ങളെ പൊടിച്ച് കുന്നുകളെ പതിരുവാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പുഴുവായി നിങ്ങളെ കർത്താവ് ശക്തമായി പ്രയോജനപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ആ ബലം തരുന്നത് കർത്താവാണ്. നിങ്ങളുടെ ബലഹീനതയെ ഓർക്കാതെ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുവിൻ. നിങ്ങളുടെ ദുഃഖങ്ങളെ കരുതാതെ കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിറയുവിൻ. നിങ്ങളുടെ ദുഃഖങ്ങളെ കരുതാതെ കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ നിങ്ങൾക്ക് പുതിയതും മൂർച്ചയുള്ളതുമായ പല്ലേറിയതുമായ മെതിവണ്ടി ആക്കുമെന്ന് കർത്താവ് പറയുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യേശയ്യായുടെ പുസ്തകത്തിലെ 54:1 വീണ്ടും പറയുകയാണ്, കർത്താവ് പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാവുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. കർത്താവ് അവൻ്റെ അമിതബലത്തിനും ശക്തിപ്പെടുവീൻ. എഫെസ്യർ 6:19 പറയുന്നുണ്ട്, കർത്താവിനും അവൻ്റെ അമിതബലത്തിനും ശക്തിപ്പെടുവീൻ. ദൈവം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് കഴിയുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്.
സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ സകലതും പുതിയതാകുന്നെന്ന് അരുളി ചെയ്യുന്നു. വെളിപ്പാടുതൽ 21:5 പറയാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു, സകലതും പുതിയതാക്കുന്നു. ഇതാകുന്നു കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം. പഴയതെല്ലാം ഒഴിഞ്ഞുപോയി, പഴയ വേദനകൾ, പഴയ ദുഃഖങ്ങൾ സകലതും നീങ്ങിപ്പോയി. നീ പുതിയ പാത നിങ്ങൾക്ക് തുറന്നു, പുതിയ അനുഗ്രഹത്തെ നിങ്ങൾക്കായി തരുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കർത്താവ് വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വ്യക്തികളെയോ സമൂഹത്തിനെയോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ കർത്താവിനോട് വിശ്വസ്തനായിരിക്കണം. നമ്മൾ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായാലും കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ യാതൊരു കാര്യമില്ല. അത് ലോകം നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ ആ സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചറിയും. തിരുവചനത്തിൻ്റെ ശക്തി. പഴയ തുണിയുടെ പുതിയ തുണി യോജിപ്പിക്കുന്നത് പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാതിരിക്കുവിൻ. കർത്താവ് സകലതും പുതിയതാക്കും വിധം നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നു. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിലേക്ക് വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. യേശയ്യാ 40:19 പറയാണ്, ഞാൻ പുതിയൊരു അരുവി ഉണ്ടാക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യാൻ മാത്രമേ ഇന്നുള്ള പ്രശ്നങ്ങളെല്ലാം തീരൂ. പുതിയ അത്ഭുതം ചെയ്താൽ മാത്രമേ ജനങ്ങളുടെ ഹൃദയമെല്ലാം നിങ്ങൾക്ക് അനുകൂലമാവുകയുള്ളൂ എന്ന അവസ്ഥയാണോ നമുക്കുള്ളത്? ചിന്തിക്കണം. എങ്കിൽ നിങ്ങൾ പഴയതെല്ലാം ഓർക്കാതെ അതെല്ലാം മറന്നുകൊണ്ട് കർത്താവിൽ നിന്നും പുതിയ നന്മകളെ പ്രതീക്ഷിക്കുക. അത് മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ. അവൻ മരുഭൂമിയിൽ പാത ഒരുക്കുന്നവനും മനുഷ്യനാൽ അസാധ്യമാകുന്ന വേളയിൽ പുതിയ അത്ഭുതം ചെയ്യുന്നവനുമാകുന്നുള്ള സത്യം ആ തിരിച്ചറിയണം. നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിത്രശലഭം അവൻ്റെ പ്രാരംഭ ദശയിൽ പുഴുവായിരിക്കുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇലകൾ തന്നുകൊണ്ട് ചുരുങ്ങിയ സ്ഥലത്ത് നിന്ന് ഒതുക്കി കൊടുക്കുന്ന ക്രമേണ അതിന് രൂപാന്തരം സംഭവിക്കുന്നു. ഒടുവിൽ ഒരു ദിവസം ആ പുഴുവിൽ ഒരു മനോഹരമായ മാറ്റം സംഭവിക്കുന്നു. ആ പുഴു കാണുന്നു ഒരു പുതിയ അനുഭവം, പുതിയ കൃപ അതിന് വലിവെക്കുന്നു. അതെ, അത് പുഴുവിനെ പോലെ വളഞ്ഞു പൊളഞ്ഞു കിടന്ന് കഴിഞ്ഞ കാലം നീങ്ങി ചിത്രശലഭത്തെ പോലെ ചിറകടിച്ച് പറക്കുന്നു. ഇലകൾ തിന്ന കാലം നീങ്ങി പുഷ്പങ്ങളിൽ തേൻ കുടിക്കുന്ന പഴയ കാലത്തിലേക്ക് മാറി പുഷ്പങ്ങളെ തേൻ കുടിക്കുന്ന പുതിയ കാലത്തിലേക്ക് കടന്നു വരുന്നു. പഴയതെല്ലാം പുതിയതായി. പ്രിയ ദൈവമക്കളെ, പ്രിയമുള്ളവരെ, ഇതാണ് അപ്രകാരം നിങ്ങൾക്കും കർത്താവ് ചെയ്തു തരും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കർത്താവ് ചെയ്തു തരും. കർത്താവിൽ വിശ്വസിക്കുക. അവൻ്റെ മക്കളായി നമ്മൾ മാറ്റപ്പെടുക, ഒരു പുതിയ സൃഷ്ടിയായി മാറുക. അവരുടെ വചനത്തെ മുറുകെ പിടിക്കുക. വചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം നീങ്ങിപ്പോകുന്നു, സകലതും പുതിയതാകുന്നു. ഒരു പരിഭാഷകനെ പ്രകാരം പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിനോട് ചേർക്കപ്പെടുമ്പോൾ അവന് പുതിയ സൃഷ്ടിയാകുന്നു. പഴയ ജീവിതം അവസാനിച്ചു, പുതിയ ജീവിതം തുടങ്ങുന്നു. പ്രിയമുള്ള ഒരു ആത്മീയ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കുന്നുവോ അത് വലിയ അവസ്ഥയില്ല. നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ അഭിഷേകം ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറ്റപ്പെടും. നമ്മുടെ രൂപം മാറണം എന്നല്ല പറയുന്നത്, നമ്മുടെ ആന്തരിക വ്യക്തിത്വം പൂർണ്ണമായും മാറ്റപ്പെടും. അത് നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ചിന്തകളിൽ എല്ലാത്തിനും മാറ്റം സംഭവിക്കും. ക്രിസ്തുകൾ നിങ്ങൾ പുതിയ സൃഷ്ടിയാവുന്നു. ക്രിസ്തു നിങ്ങളെ സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും അനുഗ്രഹിക്കുന്നു. ആത്മാവിൻ്റെ വരങ്ങളെയും ശക്തികളെയും നിങ്ങളുടെ മേൽ വർഷിക്കുന്നു. കർത്ത സാന്നിധ്യം നിങ്ങളിൽ നിറയ്ക്കുന്നു. അത് മനസ്സിലാക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ടെന്നുള്ള നമ്മൾ ആകിയാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കരുത്, കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കണം. അവിടെ 35 പറയുന്നുണ്ട്, എന്താ പറയണേ? വിജനദേശവും 35 1 പറയുന്നുണ്ട്, വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷമാക്കും, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവിൻ്റെ വചനം. മരുഭൂമിയും വരണ്ട ഭൂമിയും നിലവുമെല്ലാം ആനന്ദിക്കും, നിർജ്ജനദേശം ഉല്ലസിച്ച് പന്നീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായ പൂത്തെറിഞ്ഞൊരു ദേശമായിട്ട് മാറുകയും ചെയ്യും. അത് കർത്താവ് നമ്മളെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പുതിയ സൃഷ്ടിയാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പുഴുവാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പുഴുവായി യാക്കോബേ, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. എങ്ങനെ? കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളിലുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ,
നിങ്ങൾ കർത്താവിനെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കർത്താവിൻ്റെ വചനം നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ എന്ത് പറഞ്ഞോട്ടെ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ ചിന്താഗതികൾക്ക് ജീവിതത്തെ കരുപിടിവെക്കാൻ ശ്രമിക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവരുടെ വാക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് സിമ്പതി പിടിച്ചു കിട്ടാനും സമൂഹം അറിയുന്ന 10 പേര് നമ്മളെ പ്രശംസിക്കാനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികളുടെ സിമ്പതി പിടിച്ചു പറ്റിയിട്ടോ ഒന്നും നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. നമുക്ക് വേണ്ടത് ദൈവരാജ്യത്തിൽ പ്രവേശനമാണ്. ദൈവത്തിൻ്റെ രക്ഷയാണ് നമുക്ക് വേണ്ടത്. സ്വർഗരാജ്യത്തിലാണ് നമുക്ക് പോകേണ്ടത്. എന്നാൽ തിരിച്ചറിവ് ലഭിക്കുക, ജ്ഞാനം ലഭിക്കട്ടെ. ജ്ഞാനത്തിലൂടെ ദൈവരാജ്യ അനുഭവം നമ്മൾ കരസ്ഥമാക്കണം. നമുക്ക് ദൈവമക്കളായി തീരണം. അതല്ലാതെ നമ്മൾ ഈ ലോകത്തിൻ്റെ മക്കളായി, ഈ ലോകത്തിന് അടിമകളായിട്ട് ജീവിക്കാനുള്ളവരല്ല. കാരണം ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ളൊരു ആത്മീയ ജീവിതമാണ്. അതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ നമ്മൾ വേണ്ടതെല്ലാം നേടിയിരിക്കണം. ശരീരത്തിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസം നിങ്ങളിൽ നിലനിൽക്കട്ടെ. ദൈവവചനത്തെ സ്നേഹിക്കുക, ദൈവവചനത്തെ ഗ്രഹിക്കുക, അത് ഭക്ഷിക്കുക, അത് കുടിക്കുക, ദൈവവചനത്തെ നിങ്ങൾ അഗാധമായി പ്രണയിക്കുക. എല്ലാം ദൈവം നമുക്ക് നേടിത്തരും. നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ പക്ഷേ ബുദ്ധിമുട്ടുകൾ കടന്നു വന്നേക്കാം, വേദനകൾ കടന്നു വന്നേക്കാം. ആ വേദനകൾ പോലും ദൈവം അത് പരിമള തൈലം പോലെ പൂശി ഒരുക്കിൽ അത് ആനന്ദകരമായ ഒരു നറുമിലുമുള്ള സന്തോഷമായി ഒരു കൊച്ചു അനുഭവത്തിലൂടെ കടന്ന് ചിത്രശലഭമായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരും കർത്താവ് നയിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വേദനകളിലും വിഷമങ്ങളിലും കർത്താവെ നീ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്റെ വലിയ അനുഭവത്തിലേക്ക്, ദൈവരാജ്യത്തിലെ അനുഭവത്തിലേക്ക് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവെ നിന്റെ വലിയ വൻകൃപ ഒഴുക്കണമേ. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.